ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഏട്ടാ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ലോട്ടസ് ട്യൂബർ നടുകയെന്ന്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ തമോ ട്യൂബറാണ് നമ്മൾ നടാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ടബ് എടുക്കുക. ടബിനകത്തേക്ക് നമുക്ക് ചാണകപ്പൊടി, നല്ല ചാണകപ്പൊടിയും അതുപോലെ തന്നെ ആട്ടുംകാട്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിടി എല്ലുപൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലുപൊടി അവൈലബിൾ അല്ല, പിന്നെ സൺഡേ ആയതുകൊണ്ട് കടയിലാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലുപൊടി ഉപയോഗിക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പം ചാണകപ്പൊടിയും ആട്ടുംകാട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ശേഷം നമ്മൾ സാധാരണ ഗാർഡൻ സോയിൽ എടുക്കുക കേട്ടോ. വളക്കൂറുള്ള മണ്ണ് വേണം കിട്ടിയാലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നല്ലത്. അപ്പോൾ ഞാൻ നമ്മുടെ വീട് പൊളിച്ചതിൻ്റെ മണ്ണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണാണത്. അപ്പം അത് നമ്മുടെ പോട്ടിൻ്റെ ഏകദേശം ഒരു പകുതിയോളം നിൽക്കുന്ന രീതിക്ക് ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ കല്ലും കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റും കേട്ടോ. കാരണം നമ്മൾ ട്യൂബർ നടുമ്പം അതിൻ്റെ വേര് ഓടുമ്പോഴും അതുപോലെ തന്നെ ട്യൂബർ റണ്ണറൊക്കെ വരുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനാണ് നമ്മൾ കല്ലും കട്ടയൊക്കെ എടുത്ത് കളയുന്നത്. അപ്പം നമ്മുടെ മണ്ണൊക്കെ ഞാൻ ഫുള്ളായിട്ട് നിറയ്ക്കട്ടെ. അപ്പം ആവശ്യത്തിനുള്ള മണ്ണ് നമ്മൾ നിറച്ച് കൊടുക്കാം കേട്ടോ. ഹാഫ് ഭാഗത്തോളം നമ്മൾ നിറച്ച് കൊടുക്കണം കേട്ടോ. ആ പോട്ടിൻ്റെ മേലോട്ട് വെള്ളം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മളുടെ മണ്ണൊക്കെ നിറച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശേഷം അതിന് മേത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒന്ന് ചളി രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഉള്ളിലോട്ട് ഇറങ്ങി പോകുന്ന രീതിക്ക് ഒന്ന് ഹോൾട്ട് കൊടുക്കുക കേട്ടോ അടിയിലേക്ക്. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെറിയ ചെറിയ ഹോൾട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം അതിനടിയിലേക്ക് ഇറങ്ങി പൊക്കോളും. നമുക്ക് വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളം നമുക്ക് തീരെ പാടില്ല, ചളി രൂപത്തിൽ വേണം നമ്മൾ വെക്കാനായിട്ട് കേട്ടോ ആദ്യം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ. അല്ലെങ്കിൽ പെട്ടെന്ന് ചെടി കേടുവന്ന് പോവുകയൊക്കെ ചെയ്യും. പിന്നെ നടുന്ന രീതിയൊക്കെ വളരെ വ്യത്യാസമായിട്ട്, നമ്മുടെ ആമ്പലോ നടുന്ന പോലെയൊന്നും അല്ല. നടുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം ജസ്റ്റ് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ട്യൂബറിനകത്ത് വരുന്ന ഈ ബ്ലാക്ക് കളർ വരുന്ന നമ്മുടെ പായൽ പോലെ സാധനങ്ങൾ അതൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളർ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ നമ്മുടെ നോഡിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മാക്സിമം പറ്റാവുന്ന രീതിയിൽ ക്ലീൻ ചെയ്യുക. നമ്മുടെ നോഡൊന്നും പൊട്ടിക്കരുത്. ആ ബ്ലാക്ക് കളറുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ കണ്ടില്ലേ, ഈ സാധനങ്ങൾ മാത്രം നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. അത് നമ്മൾ ട്യൂബർ എടുക്കുമ്പോൾ ഉള്ള നമ്മുടെ നേരത്തെ വന്നിട്ടുള്ള ഈ ചെറിയ ഇലകളുടെയും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിങ്ങനെ ചീഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. ചീഞ്ഞ് പോകാറില്ല, പക്ഷേ എങ്കിൽ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത ശേഷം നമ്മൾ ഒരിക്കലും നമ്മുടെ പോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് വയ്ക്കാൻ പാടില്ല കേട്ടോ. ഇതേപോലെ നമ്മുടെ പോട്ടിൻ്റെ സൈഡിലൂടെ വേണം നമ്മൾ ട്യൂബർ നടാനായിട്ട്. അപ്പം ഇതിൽ ചെറിയൊരു ചാലാക്കി കൊടുക്കുക. ശേഷം ഒരുപാട് ഉള്ളിലോട്ട് വയ്ക്കാൻ പാടില്ല. അതിൻ്റെ നോഡ് കംപ്ലീറ്റും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ നമ്മുടെ ചെടി നടാനായിട്ട് കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് ഗ്രോത്ത് കിട്ടില്ല മാത്രമല്ല അതിന് ട്യൂബർ ഓടാൻ റൗണ്ട് ഷേപ്പിലാണ് അത് കറക്റ്റ് ട്യൂബർ വരിക കേട്ടോ. നമ്മൾ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാനൊക്കെ വളരെ ഈസി ആയിരിക്കും. നമ്മുടെ ട്യൂബേഴ്സ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം ഒരുപാട് മണ്ണിട്ട് മൂടെടുത്ത് അതിൻ്റെ മേത്തോട്ട് മാത്രം നിൽക്കുന്ന രീതിയിലാണ് മണ്ണിട്ട് മൂടാനായിട്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപാടി കേട്ടോ. ഇനി നമ്മൾ നേരത്തേക്ക് ഒരു വെള്ളം നിറച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ഓസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പയ്യെ വെള്ളം നിറഞ്ഞാൽ മതി. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും വലിയ ഓസ് കിട്ടുന്ന സമയത്ത് വെള്ളം നമുക്ക് കലങ്ങി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം ചെറിയ ഓസ് ഇടാണെങ്കിൽ വെള്ളം കലങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2 ദിവസത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ വെള്ളം ക്ലീനായി കിട്ടും. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മളുടെ ട്യൂബർ നടുക എന്നുള്ള രീതിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലൊക്കെ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പുതിയ പുതിയ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് മെസ്സേജായിട്ട് അയക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം അയക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ നമ്മൾ ട്യൂബേഴ്സ് അവൈലബിൾ ആണ്. ട്യൂബേഴ്സ് കണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. ട്യൂബേഴ്സ് നമുക്ക് 6 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ ഒരു 3-4 ഓർഡർ ആയി കഴിഞ്ഞു. ഞാൻ വീഡിയോ ഇടുന്ന മുമ്പ് തന്നെ ഒരുപാട് പേര് നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞു. അപ്പം ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാർ ഓർഡർ ചെയ്യുക. പുതിയ ട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം വേണ്ട ആൾക്കാർ നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ കേട്ടോ.